PC Maths. ഇന്ന് നമ്മൾ ക്ലാസ് 8ന്റെ സെക്കൻഡ് ചാപ്റ്ററായ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് എക്സസൈസിലെ 11th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ബൈ ചാൻസ് ഫാദർ ഈസ് 26 യങ്ങർ ദാൻ ബൈ ചാൻസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് 29 years older than by chance. The sum of the ages of all the three is 135 years. What is the ages of each one of them? അതായത് ബൈ ചാൻസിന്റെ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 26 years younger than ബൈ ചാൻസ് ഗ്രാൻഡ് ഫാദർ. അതായത് ബൈ ചാൻസിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഏജിനേക്കാളിലും 26 വയസ്സ് കുറവാണ് ബൈ ചാൻസ് ഫാദറിന്റെ ഏജ്. ആൻഡ് 29 years ഓൾഡർ ദാൻ ബൈ ചാൻസ്. എന്നാൽ ബൈ ചാൻസിന്റെ പ്രായത്തെക്കാളും 29 വയസ്സ് കൂടുതലാണ് ബൈ ചാൻസിന്റെ ഫാദറിന്റെ ഏജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്ന് പേരുടെയും കൂടെ ഏജിന്റെ സം എന്ന് പറയുന്നത് 135. അതായത് ബൈ ചാൻ ഉണ്ട്, ബൈ ചാൻ ഫാദർ ഉണ്ട്, ബൈ ചാൻസ് ഗ്രാൻഡ് ഫാദർ ഉണ്ട്. ഈ മൂന്ന് പേരുടെയും കൂടെ ഏജിന്റെ സം എന്ന് പറയുന്നത് 135 എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും പ്രായമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം എല്ലാം ബൈ ചാൻസിന്റെ കാര്യം. ബൈ ചാൻസ് എന്ന് പറയുന്ന ആളിന്റെ പേരിലാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ബൈ ചാൻസ് ഫാദർ ഈസ്, ബൈ ചാൻസ് ഗ്രാൻഡ് ഫാദർ, ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലെറ്റ് ബൈ ചാൻസ് ഏജ് ബി എക്സ് ഇയേഴ്സ് എന്ന് എടുക്കാം. എന്താണ്? ലെറ്റ് ബൈ ചാൻസ് ഏജ് ബി എന്തെന്നെടുക്കാം? എക്സ് ഇയേഴ്സ് എന്ന് എടുക്കാം. ബൈ ചാൻസിന്റെ പ്രായം എന്താണെന്ന് നമുക്ക് എടുക്കാം? എക്സ് ഇയർ ആണെന്ന് എടുക്കാം. അങ്ങനാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ബൈ ചാൻസിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം, ബൈ ചാൻസിന്റെ ഫാദറിന്റെ ഏജ് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ബൈ ചാൻസ് ഏജ് ബി എക്സ് ഇയേഴ്സ് ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബൈ ചാൻസ് ഫാദർ ഈസ് 26 years younger than by chance grandfather and 29 years older than by chance എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഏജ് ഓഫ് ബൈ ചാൻസ് ഫാദർ. ബൈ ചാൻസിന്റെ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് ബൈ ചാൻസിന്റെ ഏജിനേക്കാളും 29 years കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ ചാൻസ് ഫാദറിന്റെ ഏജിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? എക്സ് പ്ലസ് 29 years എന്ന് വിളിക്കാം. എക്സ് പ്ലസ് 29 years. ബൈ ചാൻസിന്റെ പ്രായത്തെക്കാളും 29 വയസ്സ് കൂടുതലാണ് ബൈ ചാൻസ് ഫാദേഴ്സ് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് പറയാം ഏജ് ഓഫ് ബൈ ചാൻസ് ഗ്രാൻഡ് ഫാദർ. എന്താണ് ഗ്രാൻഡ് ഫാദറിന്റെ ഏജ് പറഞ്ഞേക്കുന്നത്? ബൈ ചാൻസ് ഗ്രാൻഡ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ബൈ ചാൻസ് ഫാദർ ഈസ് 26 years younger than ബൈ ചാൻസ് ഗ്രാൻഡ് ഫാദർ എന്നാണ്. ബൈ ചാൻസ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 29 years ആണ്. എന്നാൽ ബൈ ചാൻസിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രായത്തെക്കാളും 26 വയസ്സ് കുറവാണ് ബൈ ചാൻസ് ഫാദറിന്റെ ഏജ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ് ഫാദറിന്റെ ഏജിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 29 പ്ലസ് 26 എന്ന് എഴുതാം അല്ലേ. എക്സ് പ്ലസ്, അതായത് ബൈ ചാൻസ് ഫാദറിന്റെ ഏജിനേക്കാളും 26 വയസ്സ് കൂടുതലാണെന്ന് എഴുതാം അല്ലേ. ബൈ ചാൻസിന്റെ പ്രായത്തെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് ബൈ ചാൻസിന്റെ ഏജിനേക്കാളും 29 വയസ്സാണെന്ന് കൂടുതലാണെന്ന് എഴുതി എക്സ് പ്ലസ് 29. ബൈ ചാൻസിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് ബൈ ചാൻസ് ഫാദറിന്റെ ഏജിനേക്കാളും 26 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ ചാൻസ് ഫാദറിന്റെ ഏജ് എക്സ് പ്ലസ് 29 ആണ്, അതിനേക്കാളും 26 കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 29 പ്ലസ് 26 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 55 years എന്ന് എഴുതാം. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന്റെ ഏജിനെ നമ്മൾ എങ്ങനെ വിളിച്ചു? എക്സ് പ്ലസ് 55 എന്ന് വിളിച്ചു. ഫാദറിന്റെ ഏജിനെ നമ്മൾ എങ്ങനെ വിളിച്ചു? എക്സ് പ്ലസ് 29 എന്ന് വിളിച്ചു. ബൈ ചാൻസിന്റെ പ്രായത്തെ നമ്മൾ എങ്ങനെ വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ഓൾ
ഓൾ ഏജസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? സം ഓഫ് ഓൾ ഏജസ് ഈസ് ഈക്വൽ ടു 135 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പേരുടെയും കൂടെ പ്രായം ആഡ് ചെയ്യാം. ആദ്യത്തെ ആളിന്റെ പ്രായം x ആണ്, രണ്ടാമത്തെ ആളിന്റെ പ്രായം x plus 29 ആണ്, മൂന്നാമത്തെ ആളിന്റെ പ്രായം x plus 55 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 135. സോ x plus 29 plus x plus 55 is equal to 135. ഇവിടെ മൂന്നിടത്ത് x ഉണ്ട് ആഡ് ചെയ്യാൻ. സോ x plus x നെ നമുക്ക് എങ്ങനെ എഴുതാം? 3x എന്ന് എഴുതാം. പ്ലസ് 29 plus 55 എത്ര കിട്ടും? 84. That is equal to 135 എന്ന് എഴുതാം. 3x is equal to എന്ത് എഴുതാം? 3x is equal to 135 minus 84 എന്ന് എഴുതാം. That is equal to 113 51. 3x is equal to 51 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x ന്റെ വില നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x is equal to 51 divided by 3 എന്ന് എഴുതാം. 17. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x ന്റെ വില എന്ന് പറയുന്നത് 17 എന്ന് കിട്ടി. x എന്ന് പറയുന്നത് നമ്മൾ ആരുടെ ഏജിനെ ആയിരുന്നു എടുത്തിരുന്നത്? ബൈചങ്സിന്റെ ഏജിനെ ആയിരുന്നു എടുത്തത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബൈചങ്സ് ഏജ് ഈസ് 17 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പ്രായത്തെ നമുക്ക് എങ്ങനെ എഴുതാം? ഫാദേഴ്സ് ഏജിനെ എങ്ങനെ എഴുതാം? ഫാദേഴ്സ് ഏജ് ഈസ് ഈക്വൽ ടു x plus 29 എന്നായിരുന്നു എടുത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ 17 plus 29 that is equal to 46 years എന്ന് കിട്ടും. ബൈചങ്ങിന്റെ പ്രായം 17 ഇയേഴ്സ് ആണ്. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 46 ഇയേഴ്സ് എന്ന് കിട്ടി. ഇനി ആരുടെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്? ഗ്രാൻഡ് ഫാദേഴ്സ് ഏജ് കണ്ടുപിടിക്കണം. ഗ്രാൻഡ് ഫാദറിന്റെ ഏജിനെ നമ്മൾ എങ്ങനെയാണ് എടുത്തത്? ഗ്രാൻഡ് ഫാദേഴ്സ് ഏജ്. ഗ്രാൻഡ് ഫാദേഴ്സ് ഏജ് ഗ്രാൻഡ് ഫാദറിന്റെ ഏജിനെ നമ്മൾ എങ്ങനെ എടുത്തത്? x plus 55 എന്നായിരുന്നു എടുത്തത്. അങ്ങനെയാണെങ്കിൽ 17 plus 55 എന്ന് എഴുതാം. 17 plus 55 that is equal to 72 years. അപ്പൂപ്പന്റെ പ്രായം ഗ്രാൻഡ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 72 years എന്ന് കിട്ടി. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 years from now Ravi's age be 4 times his present age. What is Ravi's present age? 15 years from now Ravi's age will be 4 times his present age. അതായത് 15 വർഷങ്ങൾക്ക് ശേഷമുള്ള രവിയുടെ ഏജ് എന്ന് പറയുന്നത് പ്രസന്റ് ഏജിന്റെ രവിയുടെ പ്രസന്റ് ഏജിന്റെ 4 ടൈംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രവിയുടെ പ്രസന്റ് ഏജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 15 വർഷങ്ങൾക്ക് ശേഷം രവിയുടെ പ്രായം എന്ന് പറയുന്നത് പ്രസന്റ് ഏജിന്റെ രവിയുടെ പ്രസന്റ് ഏജിന്റെ 4 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ രവിയുടെ പ്രസന്റ് ഏജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം പ്രസന്റ് ഏജിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? ലെറ്റ് രവീസ് പ്രസന്റ് ഏജ് ബി. എങ്ങനെ കൊടുക്കാം? ലെറ്റ് രവീസ് പ്രസന്റ് ഏജ് ബി. പ്രസന്റ് ഏജ് ബി. രവിയുടെ പ്രസന്റ് ഏജിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? x എന്ന് വിളിക്കാം. അല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്ന 15 years from now 15 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 15 years എന്ന് എഴുതാം. 15 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പറയാം രവിയുടെ പ്രായം എന്താണ്? രവീസ് ഏജ് ഈസ് എങ്ങനെ എടുക്കാം? x plus 15. 15 വയസ്സും കൂടെ കൂടുന്നു ഇല്ലേ? പ്രസന്റ് ഏജ് നിലവിൽ അവളുടെ പ്രായം x ആയിരുന്നു. 15 വർഷം കഴിയുമ്പോൾ അവന്റെ പ്രായം x plus 15 years ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 15 years after 15 years from now Ravi's age will be 4 times his present age. അവന്റെ 15 വർഷങ്ങൾക്ക് ശേഷമുള്ള രവിയുടെ പ്രായം എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? 4 times his present age. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. 15 years from now Ravi's age is equal to എന്തെഴുതാം? 4 times Ravi's present age എന്ന് എഴുതാം അല്ലേ? 4 into present age. 15 വർഷങ്ങൾക്ക് ശേഷമുള്ള അവന്റെ പ്രായം എന്തിന് ഈക്വൽ ആണ്? 4 into present ഏജിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 15 years from now Ravi's age എങ്ങനെ എഴുതിയത്?
എക്സ് പ്ലസ് 15 എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ്. പെർസെൻറ്റേജിനെ നമ്മൾ എങ്ങനെ എഴുതിയേക്കുന്നത്? എക്സ് എന്നാണ്. സോ എക്സ് പ്ലസ് 15 ഈസ് ഈക്വൽ ടു 4x. അങ്ങനെയാണെങ്കിൽ എക്സിനെ കൂടെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ 4x മൈനസ് എക്സ് എന്ന് എഴുതാം. ഓർ 3x ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 15 എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് എക്സിന്റെ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 15/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സോ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സിന്റെ വില കിട്ടി. പെർസെന്റേജിനെ നമ്മൾ എക്സ് എന്നായിരുന്നു റെപ്രസെന്റ് ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 years. അവന് തുടക്കത്തിൽ അല്ലെങ്കിൽ നിലവിൽ പ്രസന്റിൽ എത്ര ഏജ് ഉണ്ടായിരുന്നു? 5 years ഉണ്ടായിരുന്നു അല്ലേ? 15 വർഷങ്ങൾക്ക് ശേഷം അവന്റെ പ്രായം എക്സ് പ്ലസ് 15 ആയെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rational number is such that when you multiply it by 5/2 and add 3/2 to the product, you get minus 7/12. What is the number? അതായത് ഒരു റാഷണൽ നമ്പറിനെ 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആ കിട്ടുന്ന പ്രോഡക്റ്റിനെ 3/2 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? -7/12. അങ്ങനാണെങ്കിൽ ഏതാണ് ആ റാഷണൽ നമ്പർ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഒരു റാഷണൽ നമ്പറിനെ 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആ കിട്ടുന്ന പ്രോഡക്റ്റിനെ 3/2 കൊണ്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ -7/12 കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനാണെങ്കിൽ നമ്മൾ എടുത്ത റാഷണൽ നമ്പർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാൻ വയ്യാത്ത ഒരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അൺനോൺ വേരിയബിൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ലെറ്റ് എക്സ് ബി ദ റാഷണൽ നമ്പർ എന്ന് എടുക്കുന്നു. ലെറ്റ് എക്സ് ബി ദ റാഷണൽ നമ്പർ. ലെറ്റ് എക്സ് ബി ദ റാഷണൽ നമ്പർ. ആ റാഷണൽ നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു റാഷണൽ നമ്പർ. അവർ പറഞ്ഞേക്കുന്നത് അത് എന്തുമായിട്ട്, ആ റാഷണൽ നമ്പർ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? 5/2 അല്ലേ? ഇഫ് മൾട്ടിപ്ലൈ number by if x into multiply x into 5/2. x into 5/2. അത് 5/2 എന്ന് പറയുന്ന നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന പ്രോഡക്റ്റിനെ എന്തുമായിട്ട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 3/2 എന്ന നമ്പറുമായിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് -7/12 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്ത റാഷണൽ നമ്പർ എക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് ബി ദ റാഷണൽ നമ്പർ. എക്സ് എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആയിട്ട് എടുത്തു. ആ റാഷണൽ നമ്പറിനെ 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടിയ പ്രോഡക്റ്റിനെ 3/2 കൊണ്ട് ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് -7/12. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഏത്? അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. x into 5/2 നമുക്കറിയാം 5x/2 എന്നാണ്. പ്ലസ് 3/2 that is equal to -7/12. രണ്ട് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 5x + 3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 is equal to -7/12 എന്ന് എഴുതാം അല്ലേ? നമുക്ക് ഇനിയും വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. നോക്കുക. 12 into 5x plus 3 is equal to 2 into -7 എന്ന് എഴുതാം അല്ലേ? 12 into 5x plus 3 is equal to 2 into -7 എന്ന് എഴുതാം അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഈ 2 ഈ 12 കൂടെ ക്യാൻസൽ ആക്കാം. അതിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നാൽ 12/2 എന്നാകും. ദാറ്റ് ഈസ് into 5x plus 3 is equal to -7 എന്ന് എഴുതാം. 2 ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നപ്പോൾ ഡിവിഷൻ ആയിട്ട് മാറി 12/2. 12ഉം 2ഉം കൂടെ ക്യാൻസൽ ആക്കിയാൽ 6 എന്ന് കിട്ടും. 6 into 5x plus 3 is equal to -7 എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് എക്സിന്റെ വിലയാണ് വേണ്ടത്. എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. നോക്കിക്കോളുക. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. 30x plus 18 is equal to -7. 30xനെ ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. 18നെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാം. -18 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു -25.
30x is equal to minus 25 or x is equal to minus 25 30. നമുക്കറിയാം 20യും 30യും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 5 5s are 25, 5 6 are 30. That is equal to minus 5/6. നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വില മൈനസ് 5/6 എന്ന് കിട്ടി. നോക്കിക്കേ, അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? x is equal to minus 5/6. അപ്പൊ നമ്മൾ എടുത്ത റാഷണൽ നമ്പർ ഏതാണ്? -5/6 ആണ്. മനസ്സിലായല്ലോ?